തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാനുള്ള സ്നേഹം കണ്ടാൽ ആരും കരഞ്ഞു പോകും. കാരണം 5 വർഷം കൂടി താങ്കൾ തുടർച്ചയായി ഇനിയും നിൽക്കണം, ഇവിടെ ഗവർണറായി തുടരണമെന്നുള്ള അപേക്ഷയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: അടുത്ത 5 വർഷം കൂടി കേരളത്തിൻ്റെ ഗവർണറായി താങ്കൾ തന്നെ വേണം ആരിഫ് ഖാൻ എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. നോക്കൂ, കേരളത്തെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മുച്ചൂടം പിടിക്കാൻ കേന്ദ്രത്തിന് വേണ്ടി കൊട പിടിച്ചുകൊണ്ടിരുന്ന, കേരളത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഗവർണറായിരുന്നു മുഹമ്മദ് ആരിഫ് ഖാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജനപ്രിയ പദ്ധതികളെയും ജനപ്രകാരപ്രദമായ ഇടത് സർക്കാരിൻ്റെ പദ്ധതികളെയും തകർത്തെറിഞ്ഞ ഗവർണർക്ക് ശക്തമായ പിന്തുണയുമായി തിരുവഞ്ചൂർ കൂടെ പിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFൻ്റെ ഇരട്ടത്താപ്പാണ്, അതുമല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. തിരുവഞ്ചൂർ എന്ന മുൻ ആഭ്യന്തരമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങളോട് പരമാവധി ഉപദ്രവം നടത്തിയ ഗവർണർക്ക് വേണ്ടി പിന്തുണ നൽകുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ അത്രത്തോളം തിരുവഞ്ചൂരെല്ലാം വഞ്ചിച്ചിരിക്കുന്നു, കോൺഗ്രസ്സുകാർ UDFകാർ വഞ്ചിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ മലയാളികളുടെ ഉത്സവമായ ഓണത്തിൻ്റെ ഗഡു പോലും, സാമ്പത്തിക ഗഡു പോലും നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്താൻ പരമാവധി ശ്രദ്ധ കൊടുക്കുന്ന തിരുവഞ്ചൂരും അണികളും വലിയ തോതിൽ നിരാശയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കാരണം ഇവരെ പോലുള്ളവർക്ക് ശരിക്കും ശാപമായി മാറുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനം ഓരോ ദിവസവും കണ്ടുവരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ എല്ലാം അജണ്ട എന്താണ്? കേരളത്തെ, അതിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണോ? പിണറായി വിജയനോടുള്ള വൈരാഗ്യം മാത്രമാണ് ഇവിടെയുള്ളത്? അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ കേരള ജനതയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ, ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന തിരുവഞ്ചൂരിൻ്റെ നേതാക്കന്മാരും ഈ സതീശനും സുധാകരനും ചെന്നിത്തലയും എല്ലാം നാടിന് ശാപം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഓരോ ഘട്ടത്തിലും ഇവർ കേന്ദ്രത്തിൽ നിന്നും ആയിക്കോട്ടെ, ഗവർണറുടെ നടപടികളിൽ വലിയ തോതിൽ ഉഴലുന്ന മലയാളികളുടെ അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒളിച്ചു വച്ചുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടാണ് തിരുവഞ്ചൂരും സംഘവും പ്രവർത്തിക്കുന്നത്. ആരിഫ് ഖാനെ എത്രത്തോളം നിങ്ങൾ പുകഴ്ത്തുന്നോ അത്രത്തോളം നിങ്ങൾ കേരളത്തിലെ സാധാരണ ജനങ്ങളെ നിങ്ങൾ വെറുക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം അടക്കം, ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ചാൽ, ഉടമസ്ഥത സംബന്ധിച്ചെല്ലാം, ഭൂപരിഷ്കരണ നിയമം സംഭവിച്ചെല്ലാം, ഭൂനിയമ ഭേദഗതി സംബന്ധിച്ചുള്ള നിയമങ്ങളിലെല്ലാം അടക്കം ഒപ്പിടാൻ മടിച്ച് വലിയ തോതിലായി ഒപ്പിടാതെ സംവിധാനം സ്വീകരിക്കാതെ സർവകലാശാലകളെ മൊത്തത്തിൽ തന്നെ അടച്ചിരുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു സംഘീസം കൊണ്ടുവരാൻ ശ്രമിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഈ കാര്യത്തിനെല്ലാം വിശദീകരണം നൽകിയേ മതിയാവൂ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കനത്ത തിരിച്ചടി കോൺഗ്രസിന് UDFന് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല.